നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. US ഫാർമ കമ്പനികൾക്കെതിരെ ട്രംപ്. നിക്ഷേപവും ഉൽപാദനവും അമേരിക്കയിൽ വേണം. ഇന്ത്യൻ കമ്പനികൾക്ക് ആശങ്ക. പുനരുപയോഗ ഊർജ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം. നിക്ഷേപം 27,000 കോടിയുടേത്. മികച്ച മൺസൂൺ. ഭക്ഷ്യോൽപ്പന്ന വില കുറഞ്ഞേക്കുമെന്ന് ക്രിസിൽ. ചില്ലറ പണപ്പെരുപ്പം കുറഞ്ഞേക്കും. രാജ്യത്തെ ചരക്ക് വ്യാപാര കമ്മി ഉയരും. ഭീഷണിയാകുന്നത് ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള അന്തരം. RBI ഇടപെടൽ. ബാങ്കിംഗ് മേഖലയിലെ പണലഭ്യത പ്രശ്നത്തിന് അറുതിയാകുന്നുവെന്ന് ഫിച്ച് റേറ്റിംഗ്. വിശദമായ വാർത്തകൾ നോക്കാം. തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 63 പോയിന്റ് ഉയർന്ന് 82,634-ലും നിഫ്റ്റി 16 പോയിന്റ് ഉയർന്ന് 25,212-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടെക് മഹീന്ദ്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ്, അദാനി പോർട്സ്, ITC എന്നിവ നേട്ടമുണ്ടാക്കി. അതേസമയം എറ്റേണൽ, സൺ ഫാർമ, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടറൽ സൂചികകളിൽ റിയൽറ്റി, ഓട്ടോ, IT, മീഡിയ എന്നിവ 1% നേട്ടമുണ്ടാക്കി. BSE മിഡ് ക്യാപ് സൂചിക 0.1%, സ്മോൾ ക്യാപ് സൂചിക 0.28% ഉയർന്നു. US ഫാർമ കമ്പനികൾക്കെതിരെ ട്രംപ്. ഒരു വർഷത്തിനകം കമ്പനികളുടെ നിക്ഷേപവും ഉൽപാദനവും അമേരിക്കയിലാക്കണം. ഇല്ലെങ്കിൽ 200% തീരുവയെന്ന് ട്രംപ്. ആശങ്കയിൽ ഇന്ത്യൻ നിക്ഷേപകർ. ഫാർമയ്ക്ക് പുറമെ സെമി കണ്ടക്ടർ മേഖലയ്ക്കും ട്രംപ് തീരുവ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതലാണ് തീരുവ. എന്നാൽ കമ്പനികൾക്ക് തുടക്കത്തിൽ ചെറിയ തീരുവയാണ് ചുമത്തുക. ഒരു വർഷത്തിന് ശേഷമായിരിക്കും 200%-ലേക്ക് പോകുക. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഇന്ത്യൻ ഔഷധ മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. US ആരോഗ്യ മേഖലയിലെ ജനറിക് മരുന്നുകളുടെ 46% ഇന്ത്യൻ കമ്പനികളാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാർമ മേഖലയിൽ താരിഫ് ഏർപ്പെടുത്തുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് ക്ഷീണമുണ്ടാക്കും. കൂടാതെ സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ നിക്ഷേപവും ഇന്ത്യ നടത്തുന്നുണ്ട്. ഭാവിയിൽ ആഗോള ചിപ്പ് വിതരണ സ്വപ്നം സാധ്യമായാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരും. ഫാർമ ഉൽപ്പന്ന നിർമ്മാണം രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന നിലപാടാണ് ട്രംപിനുള്ളത്. ഇതാണ് തീരുവ ഭീഷണിയുടെ പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. അതിൽ ഉടൻ കരാറിലെത്താൻ സാധ്യതയുള്ളത് ഇന്ത്യയുമായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാറിലെത്തിയാൽ തത്തുല്യ തീരുവയാണ് നിലവിൽ വരിക. അതുകൊണ്ട് തന്നെ ഇന്ത്യ-US വ്യാപാര കരാർ ഫാർമ, ചിപ്പ് കമ്പനികൾക്കും നിർണായകമാണ്. അതേസമയം താരിഫ് നിലവിൽ വന്നാൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഓഹരികളെ ഇത് ബാധിക്കും. 2025 സാമ്പത്തിക വർഷത്തിൽ $9.8 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയത്. മുൻ വർഷത്തെ $8.1 ബില്യൺ നിന്ന് 21% വർധനമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുനരുപയോഗ ഊർജ പദ്ധതികളിൽ 27,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ അംഗീകാരം. നിക്ഷേപം നടത്തുക പൊതുമേഖലാ കമ്പനികളായ NTPC-യും NLC-യും ഇന്ത്യയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ശുദ്ധ രാജ്യത്തിന്റെ പരിവർത്തനത്തിന് ഊന്നൽ നൽകിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ 20,000 കോടി രൂപയാണ് നിക്ഷേപവുമായി ഇറക്കുക. നെയ്വേലി ലിഗ്മെന്റ് കോർപ്പറേഷൻ എന്ന് മുൻപറിയപ്പെട്ടിരുന്ന NLC ഇന്ത്യ 7,000 കോടി രൂപയും ഇറക്കും. അടുത്ത 5 വർഷത്തിൽ 20 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷിയാണ് NLC-യുടെ ലക്ഷ്യം. അതേസമയം പുതിയ നിക്ഷേപത്തിലൂടെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ 2032 60 ജിഗാവാട്ട് ഊർജ്ജശേഷി കൈവരിക്കും. 2070 നെറ്റ് സീറോ കാർബൺ ബഹിർഗമനം എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തിനായി പദ്ധതി സംഭാവന ചെയ്യുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന കമ്പനിയും മഹാരത്ന പദവിയുള്ള പൊതുമേഖലാ സ്ഥാപനവുമാണ് NTPC. കമ്പനിയുടെ പൂർണ്ണുടമസ്ഥയിലുള്ള ഉപകമ്പനിയായ NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് വഴിയായിരിക്കും നിക്ഷേപം നടത്തുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഴക്കാലത്ത് രാജ്യത്ത് ഭക്ഷ്യോൽപ്പന്ന വില കുറയുന്നുവെന്ന് ക്രിസിൽ. ഈ സാമ്പത്തിക വർഷം ചില്ലറ പണപ്പെരുപ്പം 4% റിപ്പോർട്ട്. മുൻവർഷം 4.6% ഉപഭോക്തൃവില അടിസ്ഥാനമാക്കിയുള്ള ചില്ലറ പണപ്പെരുപ്പം.
ഇതിൽ നിന്ന് ശക്തമായ കുറവാണ് ക്രിസിലിന്റെ പ്രവചനം. മികച്ച മൺസൂൺ കാർഷിക മേഖലയ്ക്ക് കരുത്താവും. ഇതോടെ കാർഷിക ഉൽപാദനം ഉയരും. ഇത് വീണ്ടും ഭക്ഷ്യവില കുറയുന്നതിനും പണപ്പെരുപ്പം കുറയുന്നതിനും കാരണമാവും. പണപ്പെരുപ്പത്തിലെ ഈ കുറവ് റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കും. വീണ്ടും റിപ്പോ നിരക്ക് കുറയ്ക്കാം. കൂടാതെ പണപ്പെരുപ്പത്തിന്റെ താഴ്ന്ന നിലവാരം മൂലമുണ്ടാകുന്ന സുപ്രധാന നേട്ടം ഉപഭോഗ വളർച്ചയായിരിക്കും. ഉപഭോക്തൃ വിപണിയുടെ വലിയ വികാസമാണ് സാധ്യമാവുക. ഇത് വ്യവസായ വാണിജ്യ മേഖലകളിലെ ഉണർവ് വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. US താരിഫ് നയങ്ങൾ കയറ്റുമതി മേഖലയ്ക്ക് വെല്ലുവിളിയാവും. എന്നാൽ ആഭ്യന്തര വളർച്ച രാജ്യത്തിന് കരുത്താവും. ഇതിന്റെ ബലത്തിൽ GDP വളർച്ച 6.5% ക്രിസിൽ റിപ്പോർട്ട് വ്യക്തമാക്കി. ആഗോള അനിശ്ചിതത്വങ്ങൾ മൂലധന നിക്ഷേപ പ്രവാഹത്തെയും കറൻസി സ്ഥിരതയും ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മി $300 ബില്യൺ ഉയരുമെന്ന് പ്രവചനം. ഭീഷണിയാവുന്നത് ഇറക്കുമതി ഉയർച്ചയും കയറ്റുമതിയിലെ കുറവും. ICICI ബാങ്കിന്റെ ഗ്ലോബൽ മാർക്കറ്റ് റിപ്പോർട്ടിലാണ് നടപ്പു സാമ്പത്തിക വർഷത്തെ ചരക്ക് വ്യാപാര കമ്മിയെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. താരിഫ് അടക്കമുള്ള വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഉൽപ്പന്നങ്ങൾക്കുള്ള ആഗോള ഡിമാൻഡിൽ കുറവുണ്ടായി. ആഭ്യന്തര തലത്തിലേക്ക് നോക്കിയാൽ നേർവിപരീതമായ പ്രവണതയാണുള്ളത്. അതായത് ശക്തമായ ഉപഭോഗമാണ് അനുഭവപ്പെടുന്നത്. ഇത് കാരണം ഇറക്കുമതി ഉയരുകയും ചെയ്തു. ഇതാണ് ചരക്ക് വ്യാപാര കമ്മിയിലെ വിടവിന് കാരണമാകുന്നത്. കയറ്റുമതി കുറയുമ്പോൾ രാജ്യത്തിന്റെ വിദേശ നാണ്യ വരുമാനം ഇടിയും. അതുപോലെ തന്നെ ഇറക്കുമതി കൂടുമ്പോൾ വിദേശ നാണ്യം അധികമായി ചെലവാവുകയും ചെയ്യും. അതേസമയം താരിഫ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വാർഷികാടിസ്ഥാനത്തിൽ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. 24% മുന്നേറ്റം. എന്നാൽ താരിഫ് ഇളവ് സമയപരിധി അവസരമാക്കി ചരക്കുകൾ അധികമായി കയറ്റുമതി ചെയ്തതാണ് ഇതിന് കാരണം. വരും മാസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം കയറ്റുമതിയിൽ വരാം. അതിനാൽ ഇത് നേട്ടമായി വിലയിരുത്താൻ സാധിക്കില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. US ഇതര വിപണിയിലേക്കുള്ള കയറ്റുമതിയിലും ഭൗമരാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ട് ഇടിവുണ്ടായി. ജൂൺ മാസം മാത്രം 5.6% കുറവ് അനുഭവപ്പെട്ടു. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ -2.7% കുറവാണുണ്ടായത്. എണ്ണ കയറ്റുമതിയിലെ കുറവും യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ദുർബലമായ ഡിമാൻഡുമാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്കിംഗ് മേഖലയിലെ പണലഭ്യത പ്രശ്നത്തിന് അറുതിയാവുന്നു. റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടൽ ഫലം കാണുന്നുവെന്നും ഫിച്ച് റേറ്റിംഗ്. നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ വായ്പ നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം വലിയ പണലഭ്യത പ്രശ്നമാണ് ബാങ്കുകൾ അനുഭവിച്ചത്. വായ്പ നിക്ഷേപാനുപാതം വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ഇതിന് പരിഹാരം കാണാൻ 5.6 ട്രില്യൺ രൂപയാണ് റിസർവ് ബാങ്ക് സംവിധാനത്തിലേക്ക് എത്തിച്ചത്. ബാങ്കിംഗ് മേഖലയിലെ മൊത്തം ആസ്തിയുടെ 2% വരുമിതെന്നും ഫിച്ച് വ്യക്തമാക്കി. ജനുവരി മുതൽ സർക്കാർ സെക്യൂരിറ്റികളുടെ വാങ്ങലുകൾ നടത്തി കരുതൽ ധനാനുപാതം വെട്ടിക്കുറച്ചതും അടക്കം മേഖലയ്ക്ക് കരുത്തായി. ഇതുവഴി 2.7 ട്രില്യൺ രൂപ ബാങ്കുകളിലേക്ക് എത്തിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഇത് മൊത്തത്തിലുള്ള ഫണ്ടിംഗ് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെന്നും ഫിറ്റ് റേറ്റിംഗ് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 9,100 രൂപയും പവന് 72,800 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 7,465 രൂപയിലായിരുന്നു വ്യാപാരം. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 122 രൂപയിലാണ് വ്യാപാരം നടന്നത്. കേരള വാർത്തകൾ നോക്കാം. സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ചർച്ച നടത്തുകയാണ്. ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ബസ് ഉടമകളെ വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അമൽ ചേരുകയാണ്. അമൽ, ഒരു തവണ ചർച്ച നടത്തി, അത് പരാജയപ്പെട്ടു. തുടർന്ന് സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ചർച്ച നടക്കുന്നു. ബസ് ഉടമകൾ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞത്. ചർച്ചയുടെ സാധ്യത എങ്ങനെയാണ്? സമരത്തിലേക്ക് കടക്കുമോ? സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടത്തുന്ന ചർച്ച ഇപ്പോഴും തുടരുകയാണ്. വൈകിട്ട് 3:30 ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ തുടങ്ങിയ ചർച്ചയാണ് ഇപ്പോഴും അനന്തമായി നീളുന്നത്. ഈ മാസം 22-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ഇന്ന് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണം, 140 കിലോമീറ്ററിന് മുകളിൽ പെർമിറ്റ് അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഇടയ്ക്കിടെയുള്ള പരിശോധനയും അന്യായമായ പിഴ ചുമത്തലും അവസാനിപ്പിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നുണ്ട്. 32,000 ബസ്സുകൾ ഉണ്ടായിരുന്ന വ്യവസായം ഇപ്പോൾ
7000 ബസ്സിലേക്ക് ചുരുങ്ങി. അതുകൊണ്ട് ഇനിയും ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഗതാഗത കമ്മീഷണർ ആദ്യഘട്ടത്തിൽ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് 7-ാം തീയതി സൂചനാ പണിമുടക്കും ബസ് ഉടമകൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഇവരുടെ ഈ ആവശ്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. വിദ്യ. സ്വകാര്യ ബസ് ഉടമകളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഈ മാസം 22 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇന്ന് ചർച്ച നടക്കുന്നതെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശദാംശങ്ങൾ നൽകിയത് അമലാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഓഗസ്റ്റ് 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. ഫിലിം പോളിസി കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി സജി ചെറിയാനാണ് ലോഗോ പ്രകാശനം ചെയ്തത്. സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി കോൺക്ലേവിൽ ചർച്ച ചെയ്യും. രാജ്യത്ത് സിനിമാ നയം രൂപീകരിച്ച വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രാലയം എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ, ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ, അന്താരാഷ്ട്ര സിനിമയിലെ പ്രമുഖർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, വിവിധ സിനിമാ സംഘടനകൾ, തൊഴിൽ നിയമരംഗങ്ങളിലെ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഒരു സമഗ്രമായ സിനിമാ നയം കേരളത്തിൽ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഒരു പക്ഷേ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു കോൺക്ലേവ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമാ നയരൂപീകരണത്തിന്റെ ഭാഗമായി നടക്കുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക ക്രിയാത്മക വ്യവസായത്തിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ്, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ എന്തെല്ലാമാണ് തുടങ്ങി ഒരുപാട് നാളുകളായി കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനകളും വ്യക്തികളും കലാകാരന്മാരും ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയാണ് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺക്ലേവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സെഷനുകളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കും. ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങൾ ക്രോഡീകരിച്ചാവും സിനിമാ നയത്തിൽ ഉൾപ്പെടുത്തുകയെന്നും മന്ത്രി വ്യക്തമാക്കി. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കുക, കൾച്ചറൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ സാധ്യത പരിശോധിക്കുക, തൊഴിൽ നിയമങ്ങൾ ബാധകമാക്കുക, സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നടപടികൾ ശക്തമാക്കുക തുടങ്ങിയ കാലാകാലങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരമായാണ് സിനിമാ നയം രൂപീകരിക്കുക എന്ന ആശയത്തിലേക്ക് കേരളം എത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. മൈഫിൻ TV, തിരുവനന്തപുരം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി 1 വർഷം കൂടി നീട്ടിയതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അടുത്ത വർഷം ഏപ്രിൽ വരെയാണ് പദ്ധതി കാലാവധി നീട്ടിയത്. ചെറുകിട ഇടത്തരം സംരംഭകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കുന്നതാണ് CMEDP. പദ്ധതിയിലെ വായ്പാ പരിധി നിലവിലെ 2 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തി. വായ്പാ പലിശയിൽ 5% സബ്സിഡിയാണ്. ഇതിൽ 3% സർക്കാരും 2% KFCയും വഹിക്കും. 6% പലിശ മാത്രം സംരംഭകൻ നൽകിയാൽ മതിയാകും. പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 50 നിന്ന് 60 ഉയർത്തി. ഈ വർഷം പദ്ധതിയിൽ 500 സംരംഭങ്ങൾക്ക് കൂടി വായ്പ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു. നിലവിൽ 3101 സംരംഭങ്ങൾക്കായി 1046 കോടി രൂപ വായ്പയായി അനുവദിച്ചിട്ടുണ്ട്. ഇവയിലൂടെ പ്രത്യക്ഷവും പരോക്ഷവുമായി 80,000-ലേറെ പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചതായി മന്ത്രി വ്യക്തമാക്കി. വിമുക്ത സൈനികർക്ക് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള CMEDP എക്സ് സർവീസ് മെൻ സ്കീം എന്ന പേരിൽ വായ്പാ പദ്ധതിയുമുണ്ട്. 1 വർഷത്തെ മൊറട്ടോറിയം അടക്കം 5 വർഷമാണ് വായ്പയുടെ തിരിച്ചടവ് കാലാവധി. പദ്ധതി ചെലവിന്റെ 90% വരെ വായ്പയായി ലഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. US ഫാർമ കമ്പനികൾക്കെതിരെ ട്രംപ്, നിക്ഷേപവും ഉൽപാദനവും അമേരിക്കയിൽ വേണം, ഇന്ത്യൻ കമ്പനികൾക്ക് ആശങ്ക. പുനരുപയോഗ ഊർജ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം, നിക്ഷേപം 27,000 കോടിയുടേത്. മികച്ച മൺസൂൺ, ഭക്ഷ്യോൽപ്പന്ന വില കുറഞ്ഞേക്കുമെന്ന് ക്രിസിൽ, ചില്ലറ പണപ്പെരുപ്പം കുറഞ്ഞേക്കും. രാജ്യത്തെ ചരക്ക് വ്യാപാര കമ്മി ഉയരും, ഭീഷണിയാകുന്നത് ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള അന്തരം. RBI ഇടപെടൽ, ബാങ്കിംഗ് മേഖലയിലെ പണലഭ്യത പ്രശ്നത്തിന് അറുതിയാവുന്നുവെന്ന് ഫിച്ച് റേറ്റിംഗ്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.